കൊല്ലം മേയർ പദത്തെ ചൊല്ലി നിലപാട് കടുപ്പിച്ച CPI. മുന്നണി ധാരണ പ്രകാരം 4 വർഷം പിന്നിട്ടിട്ടും CPIM മേയർ പദവി കൈമാറാത്തതിലാണ് CPIയുടെ രോഷം. ഇന്ന് വൈകിട്ട് പ്രസന്ന ഏണസ്റ്റ് മേയർ സ്ഥാനം ഒഴിഞ്ഞില്ലായെങ്കിൽ ഡെപ്യൂട്ടി മേയർ പദം ഉൾപ്പെടെ രാജിവെക്കാനാണ് CPIയുടെ തീരുമാനം. അരുൺ രാജ് കൊല്ലത്ത് നിന്ന് ചേരുകയാണ്. അരുൺ, ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ടുള്ള തർക്കം അത് കുറച്ച് നാളുകളായിട്ട് അവിടെ ഉള്ളതാണ്. ഇന്നിപ്പോൾ കടുത്ത നടപടികളിലേക്ക് CPI കടക്കുമെന്ന് ഉറപ്പിച്ചിട്ടുണ്ടോ? പ്രവിത, തീർച്ചയായും കഴിഞ്ഞ കുറച്ചധികം മാസങ്ങളായി കൊല്ലം നഗരം ഇങ്ങനെ നീറിപ്പോകുകയാണ്. CPIയും CPIയും തമ്മിലുള്ള തർക്കം അത് എല്ലാ സീമകളും ലംഘിച്ച് ഇപ്പോൾ അതിന്റെ കൂടുതൽ കടുപ്പത്തിലേക്ക് മാറുന്നു എന്നുള്ളതാണ് നമ്മൾ ഈ ലഭിക്കുന്ന വിവരം. ഇന്ന് CPIയുടെ ജില്ലാ നേതൃയോഗം ചേർന്നു. ഈ ജില്ലാ നേതൃയോഗത്തിലാണ് ഇന്ന് വൈകുന്നേരം 5 മണിക്ക് മുമ്പ് മേയർ സ്ഥാനം CPIഎമ്മിന്റെ പ്രസന്ന ഏണസ്റ്റ് ഒഴിഞ്ഞില്ലെങ്കിൽ 5 മണിക്ക് തന്നെ CPIയുടെ വിദ്യാഭ്യാസ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കൗൺസിൽ ചെയർമാൻ സ്ഥാനവും ഡെപ്യൂട്ടി മേയർ സ്ഥാനവും രാജിവെക്കാനുള്ള തീരുമാനത്തിലേക്ക് CPI ഇപ്പോൾ കടന്നിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട നിലപാട് ഇപ്പോൾ CPI ഔദ്യോഗികമായി തന്നെ CPIM ജില്ലാ സെക്രട്ടറി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. CPIയുടെയും CPIഎമ്മിന്റെയും സംസ്ഥാന സെക്രട്ടറിമാർ എടുത്ത തീരുമാനപ്രകാരം ഈ മാസം, അതായത് ഫെബ്രുവരി 5-ന് തന്നെ ഈ മേയർ സ്ഥാനം ഒഴിയാം എന്നുള്ളതാണ്. പക്ഷേ ഇനിയും ഒഴിയാതെ മേയർ ഈ മാസം 9-ാം തീയതിയും 10-ാം തീയതിയും അടക്കം മറ്റു പരിപാടികൾക്ക്, ഉദ്ഘാടന പരിപാടികൾക്ക് ഡേറ്റ് നൽകിയതിന് പിന്നാലെയാണ് CPI നിലപാട് കടുപ്പിക്കുക കൂടി ചെയ്തിരിക്കുന്നത്. എന്തായാലും CPIയുടെ ഈ നിലപാട് കടുപ്പിക്കൽ CPIഎമ്മിനെ സംബന്ധിച്ച് വളരെ പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്. കാരണം ഈ മാസം 9, 10 അടക്കമുള്ള തീയതികളിൽ മന്ത്രിമാരടക്കം പങ്കെടുക്കുന്ന പരിപാടിയിൽ മേയർ പ്രസന്ന ഏണസ്റ്റ് പങ്കെടുക്കുമെന്നാണ് പുറത്തുവന്ന നോട്ടീസുകളിലടക്കം വ്യക്തമാക്കുന്നത്. അങ്ങനെയിരിക്കെ CPI ഒരു നിലപാട് അടക്കം ഘടിപ്പിച്ചുകൊണ്ട് നഗരസഭയുടെ ഭരണത്തെ പോലും ചോദ്യം ചെയ്യുന്ന രീതിയിൽ, അതിനെ പ്രതിസന്ധിയിലാക്കുന്ന രീതിയിൽ നിലപാടെടുത്ത സ്ഥിതിക്ക് ഇനി എന്ത് എന്നുള്ളതാണ് CPIM കേന്ദ്രങ്ങൾ ആലോചിക്കുന്നത്. ഒരുപക്ഷെ വൈകുന്നേരം ഈ 5 മണിക്ക് മുമ്പ് തന്നെ രാജിവെക്കാൻ പ്രസന്ന ഏണസ്റ്റിനോട് CPIM ജില്ലാ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും നിർദ്ദേശിക്കാൻ തന്നെയാണ് ഒരു ഏകദേശം നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഇക്കാര്യത്തിൽ CPIയുടെ നിലപാടാണ് ഏറെ നിർണായകമാകാൻ പോകുന്നത്. എന്തായാലും ഭരണം എന്താകും എന്ന കാര്യത്തിൽ ഉറ്റുനോക്കുകയാണ് പ്രതിപക്ഷവും. ശരി, അവിടെ മാസങ്ങളായി ഈ കലഹം നടക്കുന്നുണ്ട് CPIയും CPIയുമായി. അരുൺരാജാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. 4 വർഷം കഴിഞ്ഞാൽ വിട്ടുകൊടുക്കേണ്ടതാണ്. അപ്പോൾ അത് ഇല്ല എന്നുള്ള കാര്യത്തിൽ പലപ്പോഴും ഈ തർക്കമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ കർശനമായൊരു നടപടിയിലേക്ക് ഇതുവരെ CPI കടന്നിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അതെന്തായാലും അത് അങ്ങനെ തന്നെയാണ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അല്ലെങ്കിൽ തന്നെ മറ്റ് പലയിടങ്ങളിലും നമ്മൾ കാണുന്നുണ്ട് അഭിപ്രായ ഭിന്നതകൾ കൂടി വരികയാണ് LDFൽ പൊതുവെ. CPIയും CPIയും തമ്മിൽ നേതൃതലത്തിൽ തന്നെ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടെങ്കിലും അത് പുറത്തു വരാതെ നോക്കുകയും ചെയ്യുമ്പോൾ ഈ കൊല്ലം അവർക്ക് ഒരു കടുത്ത തലവേദനയായി മാറുകയാണ്. അരുൺ, കേൾക്കാമോ? തീർച്ചയായും സ്മിത, നേരത്തെ സ്മിത സൂചിപ്പിച്ചതുപോലെ തന്നെ ഡിസംബർ 28 അതാണ് നേരത്തെ CPIയും CPIയും തമ്മിലുള്ള ധാരണ പ്രകാരം ഈ അധികാര സ്ഥാനങ്ങൾ കൈമാറേണ്ട ഒരു സ്വാഭാവികമായ വ്യവസ്ഥയുണ്ടായിരുന്നത്. പക്ഷേ ഈ വ്യവസ്ഥ പൂർണ്ണമായും CPIM ലംഘിച്ചു എന്നുള്ളതാണ് CPI ഇപ്പോൾ ആരോപിക്കുന്നത്. എന്തായാലും കൊല്ലം ജില്ലയിലാണ് CPIഎമ്മിന്റെ സംസ്ഥാന സമ്മേളനം നടക്കുന്നത്. അങ്ങനെ സംസ്ഥാന സമ്മേളനം നടക്കുമ്പോൾ CPIഎമ്മിന്റെ ഒരു നഗരസഭാ ചെയർമാൻ ഇല്ലാതെ പോകുമോ എന്നൊരു ആശങ്ക കൊണ്ടാണ് ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകുന്നതെന്ന സംശയം പോലും CPIക്കുള്ളിലുണ്ട്. എന്തായാലും CPIയുടെ ജില്ലാ നേതൃത്വത്തിനുള്ളിൽ വലിയ രീതിയിൽ കലഹമുണ്ട്. സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം അടക്കം പങ്കെടുത്ത യോഗത്തിൽ CPIയുടെ കൗൺസിലർമാരും CPIയുടെ പ്രതിനിധികളും അടക്കം ഇക്കാര്യത്തിൽ സംസ്ഥാന സെക്രട്ടറി മൗനം പാലിക്കരുത്, ശക്തമായ നിലപാട് സ്വീകരിക്കണമെന്ന ആവശ്യമടക്കം മുന്നോട്ട് വെച്ചതാണ്. ഒടുവിലാണ് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദ മാസ്റ്ററെ നേരിട്ട് കണ്ടുകൊണ്ട് ഇക്കാര്യത്തിൽ ഉടൻ തീരുമാനം വേണമെന്നും ഈ മാസം, അതായത് ഇന്ന് രാജി പ്രഖ്യാപിക്കണമെന്നുള്ള നിലപാടിലേക്കടക്കം പോയത്. പക്ഷേ ഈ നേതൃതലത്തിൽ ധാരണ ഉണ്ടാകുമ്പോഴും അത് താഴെത്തട്ടിലേക്ക് അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ CPIഎമ്മിന്റെ സംസ്ഥാന നേതൃത്വത്തിന് കഴിയാതെ പോയി. അത് ബോധപൂർവം കഴിയാതെ പോയി എന്നുള്ളതാണ് CPIയുടെ ജില്ലാ നേതൃത്വം ഇപ്പോൾ ആരോപിക്കുന്നത്. എന്തായാലും അതുകൊണ്ട് തന്നെയാണ് CPI ഇത്ര കടുത്ത നിലപാട് ഇപ്പോൾ സ്വീകരിക്കുന്നത്. എന്തായാലും നമ്മളും കാത്തിരിക്കുകയാണ് വരും മണിക്കൂറിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്. ഒരുപക്ഷെ മേയർക്ക് ഇന്ന് 6 മണിക്കടക്കം ഉദ്ഘാടന പരിപാടികൾ നിശ്ചയിച്ചിട്ടുണ്ട് ജില്ലയിൽ. അതേ കടക്കം മേയർ പോവുകയാണെങ്കിൽ CPI സ്വാഭാവികമായും അവരുടെ ചെയർമാൻഷിപ്പുകൾ രാജിവെച്ചുകൊണ്ടായിരിക്കും ഈ പ്രതിഷേധം രേഖപ്പെടുത്തുക.